ഹലോ, നമ്മുടെ ശാലിനി അയ്യേഴ്സിൻ്റെ എപ്പിസോഡാണ്. അപ്പം നമ്മുടെ ശാലിനി ഓർഡർ ഇട്ട് കഴിഞ്ഞു നമ്മുടെ വിഷ്ണുവിനെ പുറത്തിറക്കുന്നതിന് വേണ്ടി. അപ്പോൾ ഇതൊന്നും ശാലിനി പറഞ്ഞതും ചെയ്തതും ഒന്നും ഇഷ്ടപ്പെടാത്ത രണ്ടാൾക്കാരുണ്ട്. ഒന്ന് ചന്ദ്രബോസും ഒന്ന് സുസ്മിതയുമാണ്. അപ്പോൾ ചന്ദ്രബോസും സുസ്മിതയും അവിടെ നിന്ന് കളക്ട്രേറ്റിൽ നിന്ന് ഇറങ്ങി പുറത്തേക്ക് വന്ന് ശാലിനിയുടെ കേസുകൾ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ജഗദീപ് കുമാർ പറയുന്നുണ്ട്, എടി ഇനിയെങ്കിലും നീ അവളുടെ ശാലിനിയുടെ അടുത്ത് ചെന്ന് സാഷ്ടാംഗം മാപ്പ് അപേക്ഷിക്കുക, ചെയ്തതെല്ലാം പോട്ടെ എന്ന് പറയേ, അപ്പോഴെങ്കിലും നിനക്ക് വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല എന്നൊക്കെ ജഗദീപ് കുമാർ പറയുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, നീ ഇനി മത്സരിക്കാൻ നിന്നാൽ നീ ഒരു മേയറെന്നല്ല ഒരു 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 കുഞ്ഞുങ്ങളുടെ വോട്ട് പോലും നിനക്ക് കിട്ടാൻ പോകുന്നില്ല. നിൻ്റെ 6 അടി പൊക്കത്തിലുള്ള ഈ ചിറ്റപ്പൻ വിചാരിച്ചാൽ പോലും നിനക്കിനി ഒന്നും കിട്ടാനില്ല. പക്ഷേ ഒരു കളക്ടറുടെ പവർ അതല്ല, ജനങ്ങളല്ല കളക്ടർ തിരഞ്ഞെടുത്തിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ജഗദീപ് കുമാർ സുസ്മിതയോട് നന്നായിട്ട് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ സുസ്മിതയ്ക്ക് ഇത് ഇഷ്ടപ്പെടുന്നില്ല. സുസ്മിത പറയുന്നുണ്ട്, ചിറ്റപ്പൻ വന്നേ, ഇവനെ എന്ന് കെട്ടി അന്ന് തുടങ്ങിയതാണ്, എനിക്ക് വേറൊന്നും വേണ്ട, ഇവനെ കെട്ടി എൻ്റെ തലയിൽ കൊണ്ട് വെച്ചത് അവൾ ഒറ്റ ഒരുത്തിയാണ്, ആ ഒരു റിവഞ്ച് മാത്രം മതി എനിക്ക് അവളെ ഇല്ലാതാക്കാൻ, എനിക്ക് മറ്റൊന്നും ഞാൻ വേറെ ഒരു കാരണവും ചിന്തിക്കുന്നില്ല എന്നൊക്കെ സുസ്മിത പറഞ്ഞിട്ട് നമ്മുടെ ചന്ദ്രബോസിനെയും വിളിച്ച് സുസ്മിതയുടെ കാറിൽ അവരങ്ങ് പോവുകയാണ്. അപ്പോൾ ജഗദീപ് കുമാർ പറയണ, അയ്യോ ഇതെന്തുവാ, ഇവളെ നന്നാവാനൊന്നും പോകുന്നില്ല, എല്ലാം അങ്ങ് ദൈവത്തിൻ്റെ കയ്യിൽ എന്നൊക്കെ പറഞ്ഞ് ഒരു ഡയലോഗൊക്കെ പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ വിഷ്ണുവിനെ നേരെ പോലീസ് കൊണ്ടുവന്ന് സത്യഭാമയുടെ വീട്ടിലേക്ക് വിടുകയാണ്. അപ്പോൾ അതിനു മുന്നേ നമ്മുടെ വിഷ്ണുവിൻ്റെ കുഞ്ഞാണ്, എന്നാലും ശ്യാമയുടെയും രോഹിത്തിൻ്റെയും കുഞ്ഞായ പപ്പിക്കുട്ടി നമ്മുടെ വിഷ്ണുവിനെ ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്, എപ്പോൾ വരും, വെള്ളിച്ചൻ വന്നില്ലല്ലോ എന്ന് പറഞ്ഞ്. അപ്പം ശ്യാമയ്ക്കറിയാം അത് വിഷ്ണുവിൻ്റെ മകളല്ലേ. അപ്പോൾ ശ്യാമ എന്ത് ചെയ്തു, ഇങ്ങനെ ശ്യാമയ്ക്ക് ഉള്ളിൽ വിഷ്ണുവിനെ ഇങ്ങനെ ഇവൾ കാത്തിരിക്കുന്നതും വിഷ്ണുവിനെ പോലീസ് കൊണ്ടുവന്ന് ഇറക്കുമ്പോൾ ഇവൾ ഓടിപ്പോയി വെള്ളിച്ചാന്ന് വിളിച്ച് ഓടിപ്പോകുന്നതും ഒക്കെ ശ്യാമ ഇങ്ങനെ നോക്കി നിൽപ്പുണ്ട്. എന്നിട്ട് ഓടി വന്ന് വിഷ്ണുവിൻ്റെ അടുത്ത് നിന്ന് വെള്ളിച്ചനെ പോലീസ് വിട്ടായിരുന്നോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ആ വിട്ടു മോളെ എന്നൊക്കെ പറയുന്നു. അപ്പോൾ സത്യാമ്മ പുറത്തേക്ക് വന്നിട്ടുണ്ട്, വിഷ്ണു അകത്തേക്ക് വന്ന് എന്നിട്ട് ചോദിക്കുന്നുണ്ട്, മോനെ നിന്നെ അതിനുശേഷം അവർ ഉപദ്രവിച്ചു എന്ന്. ഇല്ലമ്മ, എന്നെ അവരൊന്നും ചെയ്തിട്ടില്ല എന്ന് പറയുന്നുണ്ട്. അന്നേരം ഈ വിഷ്ണു വരുന്നതിന് മുന്നേ നമ്മുടെ അർജുൻ അവിടെ നിന്ന് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും അച്ഛാ, നമ്മൾ ഭാഗ്യം ചെയ്തവരാ, പുതിയ കളക്ടർ ചാർജ് എടുത്ത് വന്നപ്പോൾ എല്ലാ കേസുകളും ഒതുക്കി തീർത്തു, നമ്മുടെ കമ്പനികളുടെയും ഇവിടുത്തെയൊക്കെ എല്ലാ കളക്ടർ പരിശോധിച്ചിട്ട് അതൊന്നുകൂടെ പുനഃപരിശോധിക്കാനുള്ള തീരുമാനമൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ട്. പഴയ കളക്ടർ അവിടെ നിന്ന് പൈസകളും എല്ലാം വാങ്ങി അയാളുടെ ആ ഒരു സീറ്റിന് പോലും ഒരു പവർ കൊടുക്കാതെ അയാളെ തോന്നിയ രീതിയിൽ എല്ലാം ചെയ്തതിനാണ് ഇപ്പോൾ പുതിയ കളക്ടർ വന്ന് അയാളെടുത്തിട്ടുള്ള എല്ലാ ഫയലുകളും പുനഃപരിശോധിക്കാൻ തീരുമാനിച്ചത് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ എന്നാലും രാഘവൻ നായർ പറയുന്നുണ്ട്, നമ്മളോട് എന്താണെന്തോ പുതിയ കളക്ടർക്ക് ഇത്രയും ഒരു മമത തോന്നാൻ കാര്യം പലിശയ്ക്കൊക്കെ പൈസ കൊടുക്കുന്നതല്ലേ, അപ്പം സ്വാഭാവികമായിട്ടൊരു ദേഷ്യം ഉണ്ടാവാനുള്ളതല്ലേ എന്നൊക്കെ നമ്മുടെ രാഘവൻ നായരും പറയുന്നുണ്ട്. ഇനിയിപ്പോൾ എന്തായാലും സാരമില്ല, എന്തായാലും വിഷ്ണുവിൻ്റെ പേർക്ക് വേറൊരാളുടെ പേർക്ക് പോലും ഒരു കേസ് പോലും ഇപ്പോൾ നമ്മുടെ ഇതിൽ നിലവിലില്ല, അത് മാറ്റിത്തരും, അത് അങ്ങനെ ഒരു ഓർഡറും ഉടനെ ഉണ്ടാവും എന്നൊക്കെ അർജുൻ പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോഴാണ് നമ്മുടെ വിഷ്ണു വന്നത്. അപ്പം സത്യാമ്മ ഇങ്ങനെ ചോദിച്ചിട്ടുമുണ്ട്, മോനെ നിന്നെ അവർ ഉപദ്രവിച്ചോ? ഇല്ല, എന്നൊന്നും ഉപദ്രവിച്ചിട്ടില്ല എന്ന് വിഷ്ണു പറയുന്നുമുണ്ട്. അതിനുശേഷം വിഷ്ണുവിൻ്റെ അടുത്ത് നമ്മുടെ രോഹിത്ത് പറയുന്നുണ്ട്, ബ്രോ നമുക്ക് എന്തായാലും നമ്മുടെ ഇവിടെ ചന്ദ്രബോസിനെ നമുക്കൊന്ന് കാണണം, അവൻ്റെ ഭാര്യയുടെയും മക്കളുടെയും മുന്നിൽ വെച്ച് തന്നെ നമുക്ക് അവൻ തന്നതിൻ്റെ ഇരട്ടി കൊടുക്കണം, വീട്ടിലാവുമ്പോൾ പ്രശ്നമില്ലല്ലോ, നമുക്ക് നമ്മുടെ ഭാര്യയുടെയും മക്കളുടെയും കുഞ്ഞുങ്ങളുടെയൊക്കെ മുന്നിൽ വെച്ചല്ലേ അവൻ ഓരോന്ന് ചെയ്തതെന്ന് ചോദിക്കുമ്പോൾ വിഷ്ണു പറയുന്നുണ്ട്, അതിന് എനിക്ക് ഭാര്യയും മക്കളും ഒന്നും ഇല്ലല്ലോ എന്ന്. അപ്പോൾ അത് ശരിക്കും സത്യാമ്മയ്ക്കൊന്ന് തട്ടുന്നുമുണ്ട്. അപ്പം എന്നിട്ട് പറയുന്നുണ്ട്, നീ അതൊന്നും എൻ്റെ ഈ കാര്യങ്ങളിലൊന്നും വേറൊരാൾ ഇടപെടണ്ട, സാരമില്ല രോഹിത്തെ, കാര്യം ഞാൻ തന്നെ ഏറ്റോളാം എന്നൊക്കെ പറഞ്ഞ് ഞാൻ അതിന് പരിഹാരം കണ്ടോളാം, എന്നെ ഉപദ്രവിച്ചവന് ഞാൻ കൊടുത്തോളാം എന്നൊക്കെ പറഞ്ഞ് വിഷ്ണു കുഞ്ഞിനെ എടുത്ത് അകത്ത് പോവുകയാണ്. അപ്പോഴത്തേക്ക് സത്യാമ്മ പറയുന്നുണ്ട്, അവൻ ഒരുപാട് ഒതുങ്ങിപ്പോയി എന്ന്. അപ്പം നമ്മുടെ രാഘവൻ നായരും പറയുന്നുണ്ട്, അതെ, അവൻ ഒരുപാട് ഒതുങ്ങിയിട്ടുണ്ടെന്ന്. അത് കഴിഞ്ഞിട്ട് പിന്നെ കാണിക്കുന്നത് നമ്മുടെ ശാലിനിയെ വരവേൽക്കാനായിട്ട് കുടുംബശ്രീ വീട് ഒരുങ്ങി നിൽക്കുന്നതാണ്. അപ്പോഴത്തേക്കും നമ്മുടെ ശാരദാമ്മ ഇതുവരെ കാണിച്ചിട്ടില്ല, പക്ഷേ ഇന്നത്തെ ഇതിൽ കാണിക്കുന്നുണ്ട്. നമ്മുടെ ശാന്തേച്ചിയും കുറുപ്പ് സാറും എല്ലാവരും കൂടി നിന്ന് നമ്മുടെ ശാലിനിയുടെ കഥകളൊക്കെ പറയുകയാണ്. ഒരു കളക്ടറുടെ പവർ അങ്ങനെയാണ്, ഒരു കളക്ടർക്ക് ഇങ്ങനെ ചെയ്യാൻ കഴിയും, എന്തായാലും പോലീസൊക്കെ പ്രൊട്ടക്ഷൻ ഉണ്ടാവും. അപ്പോൾ നമ്മുടെ
പിന്നെ എന്താ കുറുപ്പ് സാറ് പറയുന്നുണ്ട്, ഞാനല്ലേ അവളെ പഠിപ്പിച്ചത്, അവളങ്ങനെ ഒരു കളക്ടർ ആയില്ലെങ്കിലേ ഉള്ളൂ അത്ഭുതം എന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് ശാന്തേച്ചി പറയുന്നുണ്ട്, അതിന് പിന്നെ ക്വാർട്ടേഴ്സൊക്കെ കിട്ടൂലേ കുറുപ്പ് സാറേ, പിന്നെ അവൾ ഈ വീട്ടിൽ താമസിക്കൂ? അവൾക്ക് അങ്ങനെയൊന്നുമില്ല, ക്വാർട്ടേഴ്സ് കിട്ടിയാലും അവളത് വേണ്ടാന്നും പറഞ്ഞ് എഴുതി കൊടുത്തിട്ടാണ് വരുന്നത്, ഇവിടെ താമസിക്കാമെന്ന്. അപ്പോൾ ശാരദാമ്മയെ അന്വേഷിക്കുന്നുണ്ട് അവിടെ വന്നിട്ടുള്ളവർ. അപ്പോൾ പറയുന്നുണ്ട്, ശാരദാമ്മയ്ക്ക് ഏറ്റവും വിലപ്പെട്ട ഒരു സമയമാണിത്, ശാരദാമ്മയുടെ ഏറ്റവും വലിയ ആഗ്രഹമാണ് പൂർത്തിയായിട്ടുള്ളത്. അപ്പം ശാരദാമ്മ ഇനിയിപ്പം ദൈവത്തിൻ്റെ മുന്നിൽ നിന്ന് ഇതുവരെ ഇറങ്ങിയിട്ടുമില്ല എന്നൊക്കെ പറയുമ്പോൾ ശാരദാമ്മയെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ശാരദാമ്മയ്ക്ക് നന്നായിട്ട് വയസ്സായിട്ടുണ്ട്. എന്നിട്ട് ശാരദാമ്മ ദൈവത്തിന് നന്ദിയൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പുറത്തേക്ക് വരികയാണ്. പുറത്തേക്ക് വന്നിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പം തന്നെ നമ്മുടെ ശാലിനിയുടെ ജില്ലാ കളക്ടറിന് ബോർഡ് വെച്ച വണ്ടി വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും കൂടെ ആ ശാലിനി എത്തി എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ ശാലിനി വരുന്നുണ്ട്. ശാലിനി വന്ന് നമ്മുടെ ശാരദാമ്മയെ കെട്ടിപ്പിടിച്ച് എല്ലാ സന്തോഷങ്ങളും പങ്കുവയ്ക്കുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ ശാരികയും കാണുന്നുണ്ട്. ശാരികയും ഓടി വന്ന് ശാരികേച്ചി എന്ന് പറഞ്ഞ് വിളിച്ച് കെട്ടിപ്പിടിക്കുന്നു. അതിനുശേഷം ശാന്തേച്ചി എന്ന് വിളിക്കുന്നു. അപ്പോൾ നമ്മുടെ ശാരദാമ്മ പറയുന്നു, കുറുപ്പ് സാറിനെ കണ്ടില്ലേ? കണ്ടു അമ്മേ, കുറുപ്പ് സാർ എന്നെ അനുഗ്രഹിക്കണമെന്നൊക്കെ നമ്മുടെ ശാലിനി പറയുന്നുണ്ട്. അപ്പോൾ അതിനുശേഷം ഇങ്ങനെ ശാലിനിയുടെ അടുത്ത് ഇങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ തന്നെ പിന്നെ എന്താ ശാലിനി എടുത്ത് നമ്മുടെ ശാരദാമ്മ ചോദിക്കുന്നു, നീ അവളെ കൊണ്ടുവന്നില്ലേ മോളെ? നീ അതോ എന്താ അവളെവിടെ എന്ന് ചോദിക്കുമ്പോൾ, അത് അമ്മയെ ചെന്നൈയിൽ വെച്ച് തന്നെ അവളെ ഞാൻ പിന്നെ കൊണ്ടുവന്നു. എന്നിട്ട് ക്വാർട്ടേഴ്സിൽ നിർത്തി, അവൾക്ക് നല്ല ഉറക്കത്തിലായിരുന്നു അവൾ. അപ്പോൾ അതുകൊണ്ട് ഞാൻ അവളെ അവിടെ നിർത്തിയിട്ടാണ് വന്നത്. ഇപ്പോൾ കാറിൽ നല്ല ഉറക്കം, അതുകൊണ്ടാണ് ഞാൻ വിളിക്കാതിരുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് ശാലിനി തന്നെ ഓടി വന്ന് ഇങ്ങനെ പിന്നെ അതിനെന്താ അമ്മയ്ക്ക് കാണണ്ടേ അവളെ എന്ന് പറഞ്ഞിട്ട് എല്ലാവരും ഇങ്ങനെ ആകാംക്ഷയോടെ നോക്കുകയാണ്. ശാന്തേച്ചിയും കുറുപ്പ് സാറും നമ്മുടെ ശാരികേച്ചിയൊക്കെ ഇങ്ങനെ ആകാംക്ഷയോടെ ആ കുഞ്ഞു മോൾ ആരാണെന്നറിയാനും എന്താണെന്നറിയാനും ഇങ്ങനെ ആകാംക്ഷയോടെ നിൽക്കുകയാണ്. അപ്പോൾ നമ്മുടെ ശാലിനി ഓടി ചെന്നിട്ട് ഡോർ തുറന്നിട്ട് സത്യഭാമയെന്ന് വിളിക്കുകയാണ്. ശരിക്കും വിഷ്ണുവിൻ്റെ അമ്മയുടെ പേര് തന്നെയാണ് ആ കുഞ്ഞിനിട്ടത്, സത്യഭാമയെന്ന്. അപ്പോൾ സത്യഭാമ എന്ന് വിളിക്കുമ്പോൾ തന്നെ നമ്മുടെ ശാരദാമ്മയും ശാരികേച്ചിയൊക്കെ ഇങ്ങനെ പേര് സത്യാമ്മ എന്നുള്ള രീതിയിൽ തന്നെ ഒരു ആദ്യമായിട്ട് കേൾക്കുന്ന ഒരു എക്സൈറ്റ്മെൻറ്റിൽ നിൽക്കുകയാണ്. അപ്പം എന്നിട്ട് സത്യാമ്മയെന്ന് വിളിക്കുമ്പോൾ കുഞ്ഞ് ഡോറ് തുറന്ന് ഇങ്ങനെ ഇറങ്ങുന്നതാണ് ഇന്ന് വരെ, അതായത് നാളത്തെ നമ്മുടെ എപ്പിസോഡിൽ കാണിക്കുന്നത്. അത് കാണിച്ചാണ് അത് നിർത്തുന്നത് നമ്മുടെ കുടുംബശ്രീ ശാരദ. അപ്പം എല്ലാവരും എൻ്റെ ചാനൽ കാണണം, ലൈക്ക് തരണം, കമൻറ്റ് തരണം, സബ്സ്ക്രൈബും തരണം. പിന്നെ അടുത്തൊരു റിവ്യൂ ആയിട്ട് നമുക്ക് നാളെ കാണാം. ഓക്കെ, താങ്ക്